കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. മൽക്കിസദേക്ക് എന്ന വിഷയം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാമെന്ന് കഴിഞ്ഞ 1-2 വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിരുന്നു. സമയക്കുറവ് മൂലം പറഞ്ഞ സമയത്തൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എൻ്റെ ഒരു കുറ്റമാണ്. ഓക്കെ, മൽക്കിസദേക്ക് എന്നുള്ളതായിരിക്കുന്ന ആ വിഷയം വളരെ അനേകരെ ചിന്തിപ്പിച്ച ഒരു വിഷയമാണ്. എന്താ കാരണം എന്നറിയാമോ? മൽക്കിസദേക്കിനെ കുറിച്ച് തിരുവെഴുത്തിൽ പറയുന്നത് അവന് അപ്പനില്ല, അമ്മയില്ല, ആരംഭമില്ല, അവസാനമില്ല, വംശാവലിയില്ല എന്നൊക്കെ പറയുമ്പോൾ അയ്യോ ഇവൻ വേറെ ഏതോ ലോകത്തു നിന്ന് വന്നായിരിക്കുന്ന അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ എന്ന് മനുഷ്യരങ്ങ് ധരിച്ചുപോയി. എന്നിട്ട് പിന്നെ ആ മൽക്കിസദേക്ക് എന്ന് പറയുന്നതായിരിക്കുന്ന ചരിത്ര പുരുഷനെക്കുറിച്ച് എന്തെല്ലാം കെട്ടുകഥകളാണ് പറയുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് എന്നറിയാമോ? ഈ മൽക്കിസദേക്കിനെ കുറിച്ച് വായിക്കുന്ന വേദഭാഗം എവിടെയെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണ്. ഞാനത് വായിച്ചുകൊണ്ട് തുടങ്ങാം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ശാലേം രാജാവായ ഏത് രാജ്യം? ശാലേം രാജാവ്. ശാലേം രാജാവായ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കണം. ഇതൊക്കെയാണ് നമ്മൾ തുടർന്ന് പഠിക്കുന്നത്. അവനെ അനുഗ്രഹിച്ചു. ഈ സന്ദർഭം എല്ലാവർക്കും അറിയാമല്ലോ. അബ്രഹാം രാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് ജയിച്ച് തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ ശാലേം രാജാവ് അബ്രഹാമിനെ എതിരേറ്റ് ചെല്ലുന്നതായിരിക്കുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. അവൻ എന്താണ് അവിടെ വായിക്കുന്നത്? ശാലേം രാജാവായ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിൻ്റെ ശത്രുക്കളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവൻ അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. ഇത്രയും ബാക്കിയേ ഉള്ളൂ മൽക്കിസദേക്കിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ. ഇതാണൊരു രസാവഹമായിരിക്കുന്ന കാര്യം. എന്താ ഇത്ര ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പിന്നെ കുറേ കാര്യങ്ങളൊന്നും പറയാത്തെന്താ? അത് കഴിഞ്ഞ് വന്ന സങ്കീർത്തനത്തിൽ ഒരു വാക്യം കൂടിയുണ്ട് പഴയ നിയമത്തിൽ. എന്താണെന്നറിയാമോ? നീ കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രവചനാത്മകമായിട്ട് പറഞ്ഞിരിക്കുന്നത് നീ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം കൂടിയുള്ളൂ. ആ വാക്യം ഞാൻ തുടർന്ന് വായിക്കുന്നുണ്ട്. ഇവിടെ ഈ 2-3 വാക്യങ്ങളിലല്ലാതെ എങ്ങും മൽക്കിസദേക്ക് എന്ന് പറയുന്നതായിരിക്കുന്ന ചരിത്ര പുരുഷനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യർ മുഴുവൻ ധരിക്കുന്നതെന്നറിയോ? ഇതേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഴയ നിയമകാലത്തെ ഒരു പ്രത്യക്ഷതയാട്ടോ എന്ന് വാദിക്കുന്നവരും പറയുന്നവരുമുണ്ട്. വേറൊരു കൂട്ടർ പറയുന്നത് എന്തറിയാമോ? അല്ലല്ല, ഇത് സ്വർഗത്തിലെ സൃഷ്ടികളായിരിക്കുന്ന ദൂതഗണത്തോട് ചേർത്ത് പലരെയും സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. കെരൂബുകളുണ്ട്, ദൂതന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ മാലാഖമാർ, ദൂതന്മാരുണ്ട്, ജീവികളുണ്ട്, ഇങ്ങനെ പലരുമുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള കൂട്ടത്തിൽ ഒരു കൂട്ടരാണെന്ന് വാദിക്കുന്നത്. അവരങ്ങനെ വാദിക്കാൻ കാരണം എന്താ അറിയാമോ? വെളിപ്പാട് പുസ്തകം 4-5 അധ്യായത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനവും അതിൽ 24 മൂപ്പന്മാരും ഇരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ പറയുന്നത് ഈ 24 മൂപ്പന്മാരൊരിക്കലും മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കപ്പെട്ടവരല്ല, ഇത് സ്വർഗത്തിലെ സൃഷ്ടികളാണെന്നാണ്. അപ്പോൾ 2 വാദം നിങ്ങൾക്ക് മനസ്സിലായോ? യേശു ക്രിസ്തുവിൻ്റെ പഴയ നിയമ പ്രത്യക്ഷതയാണ് എന്നുള്ളതായിരിക്കുന്ന ഒരു വാദം. രണ്ടാമത്തെ വാദം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഒരു പ്രത്യേക കൂട്ടരായിരിക്കുന്ന 24 മൂപ്പന്മാരിൽ ഒരു വ്യക്തിയാണ് ഈ മൽക്കിസദേക്ക് എന്നുള്ളതായിരിക്കുന്ന 2 വാദം. അപ്പോൾ ഞാൻ ഇതിൽ ഒന്നാമത്തെ വാദത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ. ശാലേം രാജ്യം എന്ന് പറയുന്നതായിരിക്കുന്ന രാജ്യത്തിൻ്റെ രാജാവായിരുന്നു മൽക്കിസദേക്ക്. അതൊരു രാജ്യമായിരുന്നു, ഭൂമിയിലെ ഒരു രാജ്യമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ശാലേം രാജ്യം എന്ന് പറഞ്ഞാൽ, ശാലേം എന്ന് പറഞ്ഞാൽ സമാധാനം. ശാലേം രാജ്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ തലസ്ഥാനം ആയിരിക്കുന്ന യെരുശലേം. ഈ യെരുശലേമിനെയാണ് ശാലേം രാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. യഹൂദ റബ്ബിമാരുടെ എഴുത്തുകളിൽ പറയുന്നത് യെരുശലേമിന് ഏകദേശം 40ഓളം പേരുകളുണ്ടെന്നാണ് പറയുന്നത്. 40ഓളം പേരുകൾ യെരുശലേം റബ്ബിമാർ പറയുന്ന പേരുകളുണ്ടായിരുന്നു ഇത്രയും കാലമായിട്ട്. ഈ യെരുശലേം എന്ന് പറയുന്ന ആ പട്ടണമുണ്ടല്ലോ, ഇന്നത്തെ ആ പട്ടണവും പട്ടണത്തോട് ചേർന്ന ചുറ്റുമുള്ളായിരിക്കുന്ന രാജ്യങ്ങളും, ഈ രാജ്യങ്ങൾ വിവിധ കാലങ്ങളിൽ വിവിധ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു എന്നാണ്. അബ്രഹാമിൻ്റെ കാലത്തെ കാര്യമാണല്ലോ നമ്മളിപ്പോൾ വായിച്ചത്. അബ്രഹാമിൻ്റെ കാലത്ത് ഈ യെരുശലേമിന് വിളിക്കപ്പെട്ടിരുന്ന പേര് ശാലേം എന്നായിരുന്നു. ശാലേം എന്നുള്ളത് യെരുശലേം എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരായിരുന്നു ശാലേം. ഈ ശാലേമിനെക്കുറിച്ച് പിന്നെ വേറെ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് അങ്ങനെയുള്ള ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ശാലേം എന്ന രാജ്യത്തെക്കുറിച്ച് വേറെയും പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. ഞാനൊരു വാക്യം വായിക്കാം.
സങ്കീർത്തനം 76:1-2. ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു, അവൻ്റെ നാമം ഇസ്രായേലിൽ വലിയതാകുന്നു. അവൻ്റെ കൂടാരം ശാലേമിലും അവൻ്റെ വാസസ്ഥലം സിയോനിലും ഇരിക്കുന്നു. നോക്കിക്കേ, ദൈവം യഹൂദയിൽ വലിയവനാകുന്നു, അവൻ്റെ കൂടാരം എവിടെ വയ്ക്കും? ദൈവം എവിടെ ഇരുന്ന് വാഴും? ശാലേമിലിരുന്ന് വാഴും എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഈ ശാലേം എന്ന് പറയുന്ന ഒരു രാജ്യം ഇല്ലെങ്കിൽ പിന്നെ ബൈബിളിൽ ശാലേം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ശാലേം എന്ന് പറയുന്നതായിരിക്കുന്ന രാജ്യം ഇന്നത്തെ യെരുശലേം എന്ന് പറയുന്നതായിരിക്കുന്ന ആ പ്രദേശത്തെയാണ് ശാലേം എന്ന് വിളിച്ചിരുന്നത്. ആ രാജ്യത്തിൻ്റെ രാജാവായിരുന്നു മൽക്കിസദേക്ക് എന്ന് പറയുന്നതായിരിക്കുന്ന ഈ മനുഷ്യൻ എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പഴയ നിയമകാലത്തൊന്നും ഒരു താൽക്കാലിക രാജ്യത്തിൻ്റെ താൽക്കാലിക രാജാവായിട്ടൊന്നും നമ്മുടെ കർത്താവ് വന്നില്ല. അവൻ കാലസമ്പൂർണതയിൽ ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ട് മനുഷ്യനായിട്ട് ജനിച്ചതാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ളായിരിക്കുന്ന ജനനവും ജീവിതവും മരണവും ഉയർത്തെഴുന്നേൽപ്പെല്ലാം ഒരിക്കലായിട്ട് സംഭവിച്ച ഒരു കാര്യമാണ്. അതിനു മുമ്പ് അങ്ങനെ മനുഷ്യനായിട്ട് നമ്മുടെ കർത്താവ് വന്നിട്ടില്ല. അത് മനസ്സിലാക്കണം. യെരുശലേം എന്ന് പറയുന്നതായിരിക്കുന്ന ആ രാജ്യത്തെ പഴയ നിയമകാലത്ത് എന്ന് പറഞ്ഞാൽ ഈ അബ്രഹാമിന് മുമ്പുള്ളായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഏകദേശം BC 1918 കാലഘട്ടങ്ങളിൽ വിളിച്ചിരുന്നായിരിക്കുന്ന പേരെന്താണെന്നറിയാവോ? ഈജിപ്ഷ്യൻ എഴുത്തുകളിൽ അത് കാണാനായിട്ട് പറ്റും. അവിടെ കാണുന്ന പേര് റൂഷലീം എന്നാണ്. റൂഷലീം. അതുപോലെ തന്നെ 14-ാം നൂറ്റാണ്ട് BC 14-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ യെരുശലേമിൻ്റെ പേര് ഉറുസലേം എന്നാണ്. ഉറുസലേം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരുപാട് പേരുകളിൽ അറിയപ്പെട്ടതായിരിക്കുന്ന ഒരു പട്ടണമാണ് യെരുശലേം പട്ടണം. ഇന്നത്തെ യെരുശലേം പട്ടണവും അതിന് ചുറ്റും ചേർന്നായിരിക്കുന്ന നാടുകളും അതിനെ അന്നത്തെ പ്രാദേശിക രാജാക്കന്മാർ ഭരിച്ചിരുന്നു എന്നുള്ളതാണ് കാണാനായിട്ട് പറ്റുന്നത്. അബ്രഹാമിൻ്റെ കാലത്ത് ഭരിച്ചിരുന്നായിരിക്കുന്ന ഒരു രാജാവായിരുന്നു ഈ പറയുന്നതായിരിക്കുന്ന മൽക്കിസദേക്ക് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരിക്കലും കർത്താവായ യേശുക്രിസ്തു ഒരു കൊച്ചു രാജ്യത്തിൻ്റെ രാജാവായിട്ട് ഭൂമിയിൽ വന്നിട്ടില്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണെന്ന് വാദിക്കുന്നത് ഏറ്റവും വലിയ പൊട്ടത്തെറ്റാണ്. തന്നെയല്ല, ഒരു കാര്യം മനസ്സിലാക്കണം, ദാവീദിൻ്റെ കാലഘട്ടത്തിൽ ഈ പറയുന്നതായിരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ പേര് എന്തായിരുന്നു അറിയോ? സിയോൻ എന്നായിരുന്നു. ദാവീദിൻ്റെ കാലഘട്ടത്തിൽ ദാവീദ് യുദ്ധം ചെയ്ത് സിയോൻ കോട്ട പിടിച്ചടക്കി എന്ന് പറഞ്ഞാൽ ഏത് കോട്ട പിടിച്ചടക്കി എന്ന അർത്ഥം? സിയോൻ കോട്ട എന്ന് പറയുന്നത് ഇന്നത്തെ യെരുശലേമിലെ അന്നത്തെ രാജാവിൻ്റെ കോട്ടയുടെ പേരായിരുന്നു സിയോൻ. ആ സിയോൻ കോട്ട ദാവീദ് പിടിച്ചടക്കുകയും അത് പിന്നീട് ദാവീദിൻ്റെ പട്ടണം എന്നറിയപ്പെടുകയും ദാവീദിൻ്റെ രാജ്യമായി തീരുകയും ദാവീദ് അവിടെ ആ സിയോൻ കോട്ട തൻ്റെ ആസ്ഥാന മന്ദിരമാക്കി തീർക്കുകയും ചെയ്തു എന്നുള്ളത് കാണുവാനായിട്ട് പറ്റും. അപ്പോൾ അതൊരു രാജ്യമായിരുന്നു. ബൈബിളിൽ ഞാൻ പറഞ്ഞില്ലേ, സങ്കീർത്തനം 76-ലും ഈ ശാലേം എന്ന് പറയുന്നതായിരിക്കുന്ന രാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രാജ്യത്തിൽ ജീവിച്ചതായിരിക്കുന്ന ഒരു രാജാവ് അമാനുഷികനായിരിക്കുന്ന ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ട് ജീവിച്ചാണെന്ന് പറഞ്ഞാൽ എന്തോ ഒരു മണ്ടത്തരമാണ്. അതല്ല യേശു ക്രിസ്തുവിൻ്റെ പഴയ കാലത്തെ ഒരു പ്രത്യക്ഷതയാണെന്ന് പറഞ്ഞാൽ എന്തൊരു മണ്ടത്തരമാണ്. അപ്പോൾ ഒന്നാമത്തെ വാദം യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയായിരുന്നു ശാലേം രാജാവ് എന്ന വാദം തന്നെ തെറ്റ് എന്നുള്ളത് ഞാൻ ഒന്നാമതായിട്ട് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ സ്വർഗത്തിൽ 24 മൂപ്പന്മാർ ദൈവത്തിൻ്റെ സിംഹാസനം ചുറ്റും ഇരിക്കുന്നുണ്ടല്ലോ. ആ 24 മൂപ്പന്മാർ അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവർ സ്വർഗത്തിലെ ഏത് സൃഷ്ടികളാണ്? ആ സൃഷ്ടികളിൽ ഒരാളായിരുന്നു ഈ പറയുന്നതായിരിക്കുന്ന ശാലേം രാജാവ് എന്നുള്ളതായിരിക്കുന്ന വാദഗതി. അതിലും വലിയ മണ്ടത്തരം അത്. അതായത് സ്വർഗത്തിൽ അങ്ങനെ മാലാഖമാരും കെരൂബുകളും ജീവികളും കൂടാതെ മൂപ്പന്മാർ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ഗണത്തെ ഒന്നും അവിടെ സൃഷ്ടിച്ച് വെച്ചിട്ടില്ല. ഒരു തസ്തികയെ അവിടെ അങ്ങനെ നിയമിച്ചിട്ടില്ല. എന്താ കാരണം എന്നറിയാമോ? സ്വർഗത്തിൽ അങ്ങനെ സൃഷ്ടികളുണ്ടെങ്കിൽ പഴയ നിയമ വേദഭാഗങ്ങളിൽ ധാരാളം കാണാനായിട്ട് പറ്റും. പഴയ നിയമ വേദഭാഗങ്ങളിലെല്ലാം നിങ്ങൾ വായിച്ചു നോക്കിയ ഏശയ്യാ പ്രവചനം 6-ാം അധ്യായം, യെഹെസ്കേൽ പ്രവചനം 1-2 അധ്യായം, ഇനി അങ്ങോട്ടും എല്ലാം ഒരുപാട് പറയാനുണ്ട്. അവിടെയൊക്കെ ഒന്ന് വായിച്ചു നോക്കിയ സ്വർഗത്തിലെ സൃഷ്ടികളെക്കുറിച്ചും അവിടുത്തെ ജീവികളെക്കുറിച്ചും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടുത്തെ ദൂതഗണങ്ങളെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ എങ്ങും മൂപ്പന്മാർ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ഗണത്തെക്കുറിച്ച് എങ്ങും കാണുന്നില്ല. ആകെ മൂപ്പന്മാർ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു കൂട്ടരെക്കുറിച്ച് കാണുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ 4-5 അധ്യായങ്ങളിലാണ്. അതെന്താ ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ ഒരു മൂപ്പന്മാർ വന്നതെന്നറിയാവോ? ആ മൂപ്പന്മാർ സ്വർഗ്ഗസൃഷ്ടികളായതുകൊണ്ടല്ല അവിടെ വന്ന. വെളിപ്പാട് പുസ്തകം ഏത് കാലത്തേക്ക് വേണ്ടി എഴുതിയതാ? വെളിപ്പാട് പുസ്തകം ദാനിയേൽ പ്രവചനത്തിലെ 70-ാം ആഴ്ചവട്ടത്തിൻ്റെ ചരിത്രമാണ് വെളിപ്പാട് പുസ്തകം. എന്ന് പറഞ്ഞാൽ യഹൂദനോട് ദൈവം വീണ്ടും ഇടപെടാൻ പോകുന്നതായിരിക്കുന്ന മഹാപീഡന കാലഘട്ടത്തിൻ്റെ
ചരിത്രമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മരണം മുതലുള്ളായിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ വിവരണമല്ല. വെളിപ്പാട് പുസ്തകം ഒരിക്കലും യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പാട് കൊടുത്ത കാലം തൊട്ടുള്ളായിരിക്കുന്ന രേഖകളുമല്ല. വെളിപ്പാട് പുസ്തകത്തിലെ വിവരണം എന്ന് പറഞ്ഞാൽ ഭാവി കാലത്ത് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം എന്ത് ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ളായിരിക്കുന്ന ഒരു വെളിപ്പാട് യോഹന്നാൻ അപ്പോസ്തലന് കൊടുക്കുന്നതായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ വെളിപ്പാട് പുസ്തകത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഭാവിയിൽ ഇരിക്കുന്നതാണ്. മഹാപീഡന കാലഘട്ടത്തിൽ നിറവേറേണ്ടതായിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കാലഘട്ടം വന്നപ്പോഴേക്കും എന്തായി തീർന്നു? ദൈവത്തിൻ്റെ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടായിരിക്കുന്ന ദൈവജനം, അതായത് ഇസ്രായേൽ ജനം, അവരുടെ ആ ഗണത്തിൽ നിന്ന് ദൈവം അവർക്ക് വേണ്ടി നിയമിച്ചതായിരിക്കുന്ന ജനത്തിൻ്റെ പ്രതിനിധികളായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായിരിക്കുന്നവർ അവരുടെ മരണശേഷം അവർക്ക് സ്വർഗസിംഹാസനത്തിന് മുമ്പിൽ വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്ത് അലങ്കരിച്ച് അവരെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അവർ കാണാനായിട്ട് പറ്റുന്നത്. ഞാൻ എൻ്റെ ഒരു മുൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു സ്വർഗത്തിലെ 24 മൂപ്പന്മാർ ആരാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ അതിൻ്റെ തെളിവുകളെല്ലാം നിരത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് അത്രയും തെളിവൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ തെളിവുകളെല്ലാം നിരത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ 24 മൂപ്പന്മാർ എന്ന് പറഞ്ഞാൽ 12 അപ്പോസ്തലന്മാരും 12 ഗോത്രപിതാക്കന്മാരുമാണ്. അത് യഹൂദന്മാരെ സംബന്ധിക്കുന്നതായിരിക്കുന്ന യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടായിരിക്കുന്ന ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരാണ്, ജനത്തിൻ്റെ മൂപ്പന്മാരെയാണ്, ജനത്തിൻ്റെ അധിപതികളെയാണ് മൂപ്പന്മാർ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ സ്വർഗത്തിലെ ഒരു ദൂതഗണത്തെ ഒന്നും മൂപ്പന്മാരെന്ന് ബൈബിളിൽ എങ്ങും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. മൂപ്പന്മാർ എന്ന് പറഞ്ഞാൽ പട്ടണത്തിലെ മൂപ്പന്മാർ, ദേശത്തിലെ മൂപ്പന്മാർ, അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ മൂപ്പന്മാർ, അങ്ങനെ സഭയുടെ മൂപ്പന്മാർ എന്നെല്ലാം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന, അവരെ നിയന്ത്രിക്കാനും ഭരിക്കാനും വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന വ്യക്തികളെയാണ് മൂപ്പന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ സ്വർഗത്തിലെ സൃഷ്ടികളിൽ ഒരു മൂപ്പന്മാർ എന്ന് പറയുന്ന ഒരു ഗണത്തെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുക്കപ്പെട്ടായിരിക്കുന്ന ഇസ്രായേൽ ജനതയുടെ ശ്രേഷ്ഠന്മാരാണ് 24 പേര്. അവർ 24 പേര് സിംഹാസനങ്ങളിലിരുന്ന് ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ മുമ്പിലിരുന്ന് ദൈവത്തിൻ്റെ മുഖം കണ്ട് അവനെ ആരാധിക്കുന്നതായിരിക്കുന്ന രംഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ മാത്രം മൂപ്പന്മാരെ കാണുന്നത്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ സ്വർഗത്തിൽ മൂപ്പന്മാർ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സൃഷ്ടികളുണ്ടെങ്കിൽ പഴയ നിയമത്തിലെ വേദഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഒന്നും പറയാൻ പാടില്ലായിരുന്നോ? പഴയ നിയമത്തിൽ ബാക്കി എല്ലാവരെയും കുറിച്ച് പറഞ്ഞല്ലോ. ജീവികളെക്കുറിച്ച് പറഞ്ഞു, കെരൂബുകളെക്കുറിച്ച് പറഞ്ഞു, ദൂതന്മാരെക്കുറിച്ച് പറഞ്ഞു, ചില ദൂതന്മാരുടെ ശ്രേഷ്ഠന്മാരുടെ പേരുകൾ പോലും പറഞ്ഞു. എന്നിട്ടെന്താ എവിടെ മൂപ്പന്മാരെ കുറിച്ച് പറയാത്ത? ഈ വെളിപ്പാട് പുസ്തകത്തിൽ മാത്രം മൂപ്പന്മാരെ കുറിച്ച് പറഞ്ഞാൽ എന്താ? അത് ജയിച്ചവരാണ്. ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ജയിച്ച് സ്വർഗത്തിൽ ദൈവം അവർക്ക് മാനവും സ്ഥാനവും കൊടുത്ത് അലങ്കരിച്ചിരുത്തിയിരിക്കുന്ന ആ രംഗത്തെയാണ് അവിടെ കാണിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ. വെളിപ്പാട് പുസ്തകം ബൈബിളിലെ അവസാന പുസ്തകമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക, സ്വർഗത്തിൽ മൂപ്പന്മാർ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ഗണമില്ല. രണ്ടാമത്തെ കാര്യം, ഇവർ പാടുന്ന പാട്ടെന്താ? ഇവർ ഈ മൂപ്പന്മാരൊക്കെ പാടുന്ന പാട്ടെന്താ? അവർ പാടുന്നത് അവരെ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും വീണിട്ട് അവരുടെ കിരീടങ്ങളെടുത്ത് താഴെ ഇട്ടിട്ട് അവർ പാടുന്നത്, നീ ഞങ്ങളെ വീണ്ടെടുത്തു, ഞങ്ങളെ ഭൂമിയിൽ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നു, ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങളെ ഭൂമിയിൽ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ അവർ പാടുന്നല്ലേ. ആ വേദഭാഗം നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യം. അവർ പാടുന്ന പാട്ടെന്താണെന്ന് നമുക്ക് നോക്കാം. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിൻ്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ. ഈ അവരെ എന്നിവിടെ എഴുതിയിട്ടില്ല, ഞങ്ങളുടെ ദൈവത്തിന് അവരെ. ഇംഗ്ലീഷ് ബൈബിളൊക്കെ വായിച്ചാൽ ഞങ്ങളേന്നാട്ടോ, ഞങ്ങളേന്നാണ്. അത് മനസ്സിലാക്കണം. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു, ഞങ്ങൾ ഭൂമിയിൽ വാഴുന്നു എന്നൊരു അവർ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ എന്നാണ്. ഞാൻ മനഃപൂർവ്വം ഞങ്ങൾ എന്നാക്കി വായിച്ചതാണ്. ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങളൊന്ന് എടുത്തു നോക്കുക, അവിടെയൊക്കെ അങ്ങനെയാണ് കാണുന്നത്, ഞങ്ങൾ വാഴുന്നു എന്നാണ്. ഞങ്ങൾ ഭൂമിയിൽ വാഴുന്നു എന്നതൊരു പുതിയ പാട്ട് അവർ പാടുന്നു എന്നുള്ള. അവരെന്താ പാടുന്നത്? അവർ പാടുന്നത് ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു എന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, രണ്ടാമത് നിങ്ങളൊന്നും കൂടി മനസ്സിലാക്കണം. ഒരിക്കലും ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ആരെയും പുരോഹിതന്മാരായിട്ട്, സ്വർഗത്തിലെ സൃഷ്ടികളിലാട്ടെ ഞാൻ പറയുന്നത്, മനുഷ്യനെക്കുറിച്ചല്ല ഈ പറയുന്നത്. സൃഷ്ടികൾ എന്ന് പറയുന്നത് മനുഷ്യനെക്കുറിച്ചല്ല കേട്ടോ, അത് മനസ്സിലാക്കണേ. സ്വർഗത്തിലെ സൃഷ്ടികളിൽ ആരെയും അങ്ങനെ പുരോഹിതന്മാരായിട്ടും രാജാക്കന്മാരായിട്ട് നിയമിച്ചിട്ടില്ല. അങ്ങനെ ബൈബിളിൽ ഒരു തെളിവുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ സ്വർഗത്തിൽ ദേവാലയമുണ്ട്,
ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ പുരോഹിതന്മാരെ അല്ല ആക്കി വെച്ചിരിക്കുന്നത്. ആ ദേവാലയത്തിൽ ഇരിക്കുന്ന ആരാന്നറിയോ? ദേവാലയത്തിൽ ഇരിക്കുന്ന നമ്മുടെ രാജാവാണ്, നമ്മുടെ ദൈവം അവിടെ ഇരിക്കുന്നത്. ആ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ ശുശ്രൂഷിക്കുന്നത് ആരാധിക്കുന്നു ആരാന്നറിയാവോ? മാലാഖമാരും കെരൂബുകളും ഒക്കെയും കൂടി ഇരുന്ന് രാപകലിരുന്ന് ദൈവത്തിന് സ്തോത്രം പാടുന്ന കാര്യം മനസ്സിലായോ? അപ്പോൾ അവിടെ പ്രത്യേകം ഒരു പുരോഹിത വർഗമൊന്നുമില്ല. അവിടെ സ്വർഗത്തിൽ വേറെ രാജാക്കന്മാരും ഇല്ല. ഏതെങ്കിലും മാലാഖമാരെ രാജാക്കന്മാരാക്കി വെച്ചത് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് പറ്റുമോ? രാജാക്കന്മാരായിട്ട് വെച്ചത്. പിന്നെ ഇവർ പാടുന്ന നോക്കിയാൽ ഞങ്ങൾ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് ഒരു പാടി. ഏതെങ്കിലും മാലാഖമാർ ഭൂമിയിൽ വാഴുന്നുണ്ടോ? ഏതെങ്കിലും മാലാഖമാർക്ക് ഭൂമിയിൽ വാഴാനുള്ളതായിരിക്കുന്ന അവകാശം കൊടുത്തിട്ടുണ്ടോ? അതായത് ഇനി ഒരു കാലത്ത് ഭൂമിയുടെ പ്രവിശ്യകളിങ്ങനെ തരം തിരിച്ച് നീ ഇത്ര പട്ടണത്തിന് അധീപനായിരിക്കുക, നീ ഇത്ര രാജ്യങ്ങൾക്ക് അധീപനായിരിക്കുക എന്നൊക്കെ പറഞ്ഞ് കർത്താവ് പറഞ്ഞ ഭൂമിയൊക്കെ അറിയാമല്ലോ. താലന്തുകളൊക്കെ കൊടുത്തിട്ട് പോയി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ താലന്തുകൾ എങ്ങനെ സമ്പാദിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അവകാശം കൊടുക്കുന്നില്ലേ? അത് ഏതെങ്കിലും ദൂതന്മാർക്ക് കൊടുത്താണോ? ദൂതന്മാരാണോ ഭൂമിയെ വാഴുന്നത്? 1000 ആണ്ട് ഭൂമിയെ വാഴുന്ന ദൂതന്മാരാണോ? അതേ മനുഷ്യരാണോ? ഞങ്ങൾ ഭൂമിയിൽ വാഴുന്നതൊരു പാട്ടാണ് അവർ പാടുന്നത്. നിങ്ങൾക്കത് മനസ്സിലായോ? നിങ്ങളത് തിരിച്ചറിയണം. അപ്പോൾ ഇവർ ഒരിക്കലും സ്വർഗ്ഗ സൃഷ്ടികളല്ല. ഈ 24 മൂപ്പന്മാർ സ്വർഗ്ഗത്തിലെ ഏതെങ്കിലും സൃഷ്ടികളല്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. സ്വർഗ്ഗത്തിൽ ഇവർ അതിനെക്കുറിച്ച് വാദിക്കുന്നവരൊക്കെ പറയുന്നത് സ്വർഗ്ഗത്തിൽ ഇവർ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന 24 മൂപ്പന്മാരെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അവരെന്താ ചെയ്യുന്നറിയാമോ? വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞായിരിക്കുന്ന ആ ധൂപ കലശം പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവർ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിലെ മധ്യസ്ഥന്മാരായി സ്വർഗ്ഗത്തിലിരിക്കുന്ന ഒരു പ്രത്യേക ഗണമാണ് 24 മൂപ്പന്മാരെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വർഗ്ഗത്തിൽ അങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലെ ഒരു പുരോഹിത വൃന്ദത്തെ ഒന്നും സ്വർഗ്ഗത്തിലാക്കി വെച്ചിട്ടില്ല. അതൊക്കെ ഭൂമിയിലെ പരിപാടിയാണ്. സ്വർഗ്ഗത്തിൽ അങ്ങനെയൊന്നുമില്ല. സ്വർഗ്ഗത്തിൽ നമുക്ക് ആകെ ഏക മധ്യസ്ഥതയേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വേറൊരു കാര്യം, മൂന്നാമതൊരു കാര്യം കൂടി ഞാൻ അതിനെക്കുറിച്ച് പറയട്ടെ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കാര്യമൊക്കെ പറയുന്നത്, അല്ലാതെ ഇതൊക്കെ തെറ്റായി പഠിപ്പിക്കുന്നവരെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറേ പ്രലോഭിപ്പിക്കാനൊന്നും വേണ്ടിയല്ല ഞാനീ പറയുന്നത്. നിങ്ങൾ തിരിച്ചറിയാൻ, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. സ്വർഗ്ഗത്തിൽ ഏതെങ്കിലും ദൂതന്മാർക്ക് കിരീടം കൊടുത്തതായിട്ട് ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആർക്കെങ്കിലും കിരീടം കൊടുത്തതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എങ്ങും പറഞ്ഞിട്ടില്ല. ആർക്കും കിരീടം കൊടുത്തിട്ടില്ല. കിരീടം ആർക്കുള്ളതാ? ഭൂമിയിൽ ദൈവം തിരഞ്ഞെടുത്തായിരിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ജയം പ്രാപിച്ചവർക്കുള്ളതായിരിക്കുന്ന പ്രതിഫലമാണ് കിരീടം. പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർപ്പൊരുതി ഓട്ടം ഓടി വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ തന്നെ. പൗലോസ് പറഞ്ഞു, ഞാൻ ആ കിരീടം പ്രാപിക്കാനായിട്ട് പോകുകയെന്ന് പറഞ്ഞു. ജയിച്ചിട്ടാണ് പോകുന്നത്. ജയിച്ച ഭൂമിയിൽ കർത്താവിന് വേണ്ടി ജയിച്ചവരുടെ പ്രതിഫലമാണ് സ്വർഗ്ഗത്തിൽ. നമ്മൾ 7 സഭകളുടെ സന്ദേശം വായിക്കുമ്പോഴും അവിടെയും ഞാൻ അവന് ജീവകിരീടം കൊടുക്കുമെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ആർക്കാണ് ഈ കിരീടം കൊടുക്കുന്നത്? ജയിച്ചവർക്കാണ് കിരീടം കൊടുക്കുന്നത്. മനുഷ്യരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന മൂപ്പന്മാരായിരിക്കുന്നവരും പ്രതിനിധികളായിരിക്കുന്നവരുമായി ജയിച്ചവർക്ക്, അത് പ്രതിനിധികളായാലും ശരി, മൂപ്പന്മാരായാലും ശരി, അല്ല സാധാരണക്കാരായാലും ശരി, മനുഷ്യരുടെ ഇടയിൽ നല്ല പോർപ്പൊരുതി വിശ്വാസം കാത്ത് ഓട്ടമോടി കർത്താവിൻ്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നവർക്ക് ജീവൻ്റെ കിരീടം കിട്ടും. അതെല്ലാവർക്കും കിട്ടും. അത് മനസ്സിലാക്കണം. അപ്പോൾ ആ കിരീടം അവകാശമാക്കുന്നത് മനുഷ്യരിൽ നിന്ന് പ്രാപ്തി നേടിയവരാണ്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഓർത്തുവല്ലോ, സ്വർഗ്ഗത്തിലൊരു മൂപ്പന്മാരുമില്ല. മൂപ്പന്മാരൊക്കെ ആരാ? ജനത്തിൻ്റെ പ്രതിനിധികളാണ് അല്ലേ? ബൈബിളിൽ അങ്ങനെ കാണുന്നുള്ളൂ. പട്ടണത്തിലെ പ്രതിനിധികൾ, അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇസ്രായേലിൻ്റെ പട്ടണത്തിൻ്റെ മൂപ്പന്മാർ, ഇസ്രായേലിൻ്റെ മൂപ്പന്മാർ, പിന്നെ ദേശങ്ങളുടെ മൂപ്പന്മാർ, സഭകളുടെ മൂപ്പന്മാർ. ഈ മൂപ്പന്മാർ എന്നുള്ള പേര് ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? മൂപ്പന്മാർ എന്നുള്ള പേര് മനുഷ്യർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സ്വർഗ്ഗത്തിലെ ദൂതബന്ധങ്ങൾക്കൊന്നും മൂപ്പൻ എന്നുള്ള ഒരു സ്ഥാനവും മാനവും എവിടെയും കൊടുത്തിട്ടില്ല. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എന്താ? ഈ ജയിക്കുന്നവർക്കുള്ള അവകാശമാണ് കിരീടം. ജയിക്കുന്നവരെ കിരീടം പ്രാപിക്കുന്നത്. എവിടുന്ന് എങ്ങനെ ജയിക്കണം? ഭൂമിയിലെ ജീവിതത്തിൽ ജയിക്കണം. ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി നല്ല പോർപ്പൊരുതി ജയിക്കണം. ആ ജയിക്കുന്നവരുടെ അവകാശമാണ് കിരീടം. അപ്പോൾ ഈ 24 മൂപ്പന്മാരും കിരീടം വെച്ചിരിക്കുന്നു പറഞ്ഞാൽ ദൈവം സ്വർഗ്ഗത്തിലെ ദൂതന്മാരെ സൃഷ്ടിച്ചിട്ട് അവർക്ക് ഒരേ കിരീടവും അപ്പത്തന്നെ തലയിൽ വെച്ച് കൊടുത്തു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ദൂതന്മാരാരും ഒരിക്കലും ഭൂമിയിൽ വാഴുന്നവരല്ല. ഇവിടെ 24 മൂപ്പന്മാർ ഞങ്ങൾ ഭൂമിയിൽ വാഴുന്നു എന്നാണ് പറഞ്ഞത്. അവർ വാഴുന്നു. അവരാ വാഴുന്ന. 1000 ആണ്ട് ആരാ ഭൂമിയെ വാഴുന്നത്? യഹൂദന്മാരെ ജയിച്ചവരായിരിക്കുന്ന യഹൂദന്മാരാ ഭൂമിയെ വാഴുന്നത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായില്ലേ? ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇത് പിന്നെ സ്വർഗ്ഗത്തിലെ സൃഷ്ടികളായിരിക്കുന്ന ദൂതന്മാരിൽ പെട്ടവരല്ല എന്നുള്ളതിനൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. അത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങളെന്താണെന്നറിയാമോ? അത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, തീർച്ചയായിട്ടും ഇവന്മാർ ഈ 24 പേര് സ്വർഗ്ഗത്തിലെ സൃഷ്ടികളല്ല.
അത് മനുഷ്യരുടെ ഇടയിൽ നിന്ന് പോയവരാണ്. അതല്ലെങ്കിൽ മൽക്കീസദേക്ക് 24 മൂപ്പന്മാരിൽ ഒരാളല്ല. മൽക്കീസദേക്ക് ഒരു സാധാരണ മനുഷ്യനായി ജനിച്ച് ജീവിച്ച് മരിച്ചു പോയ ഒരു മനുഷ്യനാണ്. അവൻ ഒരു രാജ്യത്തിൻ്റെ ശാലേം എന്ന് പറയുന്നതായിരിക്കുന്ന രാജ്യത്തിൻ്റെ രാജാവായിരുന്നു എന്ന് ഈ പോയിൻ്റ് കേൾക്കുമ്പോൾ മനസ്സിലാവും. അബ്രഹാം എന്താ എങ്ങനെയാണ് മാനിച്ചത്? മൽക്കീസദേക്കിനെ എങ്ങനെയാണ് മാനിച്ചത്? തനിക്കുള്ളതിലൊക്കെ ദശാംശം കൊടുത്തുകൊണ്ട് അല്ലേ? അബ്രഹാം അവന് സകലത്തിലും ദശാംശം കൊടുത്തു എന്നാണ് ഉൽപ്പത്തിയിൽ വായിക്കുന്നത്. എൻ്റെ കൊള്ള സാധനങ്ങളിൽ തനിക്ക് കൊള്ളയായി കിട്ടിയ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരെ 4-5 രാജാക്കന്മാരെ ജയിച്ച് തിരിച്ചു വരിക പിന്നെ അബ്രഹാം. അപ്പോൾ അവർ ഈ 4 രാജാക്കന്മാരെ തോൽപ്പിച്ച് അവരുടെ വസ്തുവകളെല്ലാം കവർന്നുകൊണ്ട് പോയി. അതെല്ലാം തിരിച്ച് പിടിച്ചു കൊണ്ടുവരിക അബ്രഹാം. അപ്പം എന്തായിരുന്നു അന്നത്തെ വസ്തുവകൾ? ഇന്നത്തെ പോലെ ബാങ്ക് ബാലൻസ് ആണോ? ബാങ്കിലെ പണമാണോ? അല്ലല്ലോ. അന്നത്തെ എന്താ സമ്പത്ത്? എന്താ ആ രാജാക്കന്മാർ കവർന്നുകൊണ്ട് പോകുന്ന സമ്പത്ത്? എന്താ? അവിടുത്തെ ആടുമാടുകൾ, അതുപോലെ തന്നെ അവിടുത്തെ പൊന്ന്, വെള്ളി, സ്വർണം, ഇതെല്ലാം ഇങ്ങനെയുള്ളതാണ് അന്നത്തെ വസ്തുവകൾ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള സാധനങ്ങളാണ്. അതെല്ലാം ആര് കവർന്നുകൊണ്ടുപോയി? 4 രാജാക്കന്മാരെ പിന്നെ ജയിച്ച് ഞാൻ പറഞ്ഞാൽ തെറ്റൊന്നും അറിയില്ല കേട്ടോ. 5 രാജാക്കന്മാർ 4 രാജാക്കന്മാർക്കെതിരെ തന്നെ യുദ്ധം ചെയ്തു. അപ്പോൾ ആ രാജാക്കന്മാരെയൊക്കെ ജയിച്ചിട്ട് കൊണ്ടുപോയത് എന്താണെന്നറിയാമോ? ഇവരിൽ നിന്ന് കവർന്നുകൊണ്ട് പോയത് ആടുമാടുകളെയും പിന്നെ അതുപോലെ പൊന്ന്, വെള്ളി, സ്വർണം ആദിയായിരിക്കുന്ന സമ്പത്തുമൊക്കെ കൊള്ളയടിച്ചുകൊണ്ട് പോയത്. അതെല്ലാം അബ്രഹാം തിരിച്ചു കൊണ്ടുവന്നിട്ട് വരുന്ന വഴിക്കാണ് മൽക്കീസദേക്ക് എതിരേറ്റിൽ നിന്ന്. അപ്പം മൽക്കീസദേക്ക് എതിരേറ്റ് ചെല്ലുമ്പം മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊടുത്ത് സ്വീകരിച്ചു എന്നുള്ളതിന് തന്നെ എന്തെല്ലാം വ്യാഖ്യാനങ്ങളാണ് വരുന്നത്. എൻ്റെ കർത്താവേ, അത് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തത്തെയും അനുസ്മരിപ്പിക്കുന്നതാണ് അപ്പവും വീഞ്ഞും. എവിടെ കൊണ്ടായിട്ട് വ്യാഖ്യാനിക്കുന്നതൊക്കെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്താ വെച്ചാൽ വിശന്ന് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നതായിരിക്കുന്ന ജനത്തിന് പിന്നെ അപ്പവും വീഞ്ഞും അല്ലാതെ പിന്നെ എന്താ കൊടുക്കുന്നത്? വേറെന്താ കൊടുക്കുന്നത്? അന്നത്തെ ഭക്ഷണം എന്താ? അന്നത്തെ സാധാരണഗതിയിലുള്ള ഭക്ഷണമാണ് കൊടുത്തത്, അപ്പവും വീഞ്ഞും. അല്ലാതെ വലിയ ഒരുപാട് അതിലേക്കൊന്നും കടന്നു പോയി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പവും വീഞ്ഞും വിശന്ന് വരുന്നവന് അപ്പവും വീഞ്ഞും കൊടുക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ അവിടെ കൊടുക്കുന്ന ഇറച്ചിയും കൂടി കൊടുക്കും. ഇതൊക്കെ തന്നെ അപ്പവും വീഞ്ഞും കൊടുക്കും. വീഞ്ഞ് സാധാരണ അവരുടെ പാനീയമാണ്. അതോടുകൂടെ തന്നെ അപ്പവും ഇറച്ചിയും കൊടുക്കും. ഇതിപ്പോൾ ഇറച്ചിയൊന്നും വെച്ച് കൊണ്ടുവന്നില്ല, അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അവരെതിരേറ്റു. കൂടെ പോയ 318 യുദ്ധ അഭ്യാസികളും ഇവരെല്ലാവരും ഈ മൽക്കീസദേക്കും കൂടെയുള്ളവരും കൊണ്ടുവന്നായിരിക്കുന്ന അപ്പവും വീഞ്ഞും ഒക്കെ കുടിച്ച് തൃപ്തരായി കഴിഞ്ഞപ്പോൾ അബ്രഹാം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, അബ്രഹാം തനിക്കുള്ളതായിരിക്കുന്ന താൻ പിടിച്ചു പറിച്ചു കൊണ്ടുവന്ന അവർ കൊണ്ടുപോയ കൊള്ള സാധനങ്ങളെല്ലാം പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു. അതിലെല്ലാത്തിലും ദശാംശം എടുത്തിട്ട് ആർക്ക് കൊടുത്തു? മൽക്കീസദേക്കിന് കൊടുത്തു എന്ന്. അപ്പം മൽക്കീസദേക്കിന് അതിലെല്ലാത്തിലും ദശാംശം കൊടുത്തപ്പോൾ എന്തെല്ലാം കൊടുത്തേ മൽക്കീസദേക്കിന്? നിങ്ങളൊന്ന് ചിന്തിക്കുക. എന്താ കൊടുത്തിരിക്കുക? കൊടുത്തത് ഇത്ര തന്നെയുള്ളൂ. എന്തെല്ലാം താൻ തിരിച്ചു കൊണ്ടുവന്നു അതിൻ്റെ എല്ലാം ദശാംശം ആര് കൊടുത്തു? അബ്രഹാം കൊടുത്തു. എന്ന് പറഞ്ഞാൽ ആടുമാടുകളെ കൊടുത്തു, പൊന്നും കൊടുത്തു, വെള്ളി കൊടുത്തു, സ്വർണം കൊടുത്തു. അങ്ങനെ വില കൂടിയ ലോഹങ്ങൾ, ആടുമാടുകളായിരിക്കും അവിടുത്തെ പ്രത്യേക സമ്പത്ത്. കാരണം അവരെല്ലാം ആട്ടിടയന്മാരാണ്. ആ രാജ്യത്തെ രാജാക്കന്മാരായാലും പ്രജകളായാലും എല്ലാം ജീവിക്കുന്നത് കന്നുകാലികളെ വളർത്തിയിട്ടാണ്. മുഖ്യ സമ്പത്ത് എന്ന് പറയുന്നത് കന്നുകാലികളാണ്. ഇതിനകത്ത് ഈ ദശാംശം എല്ലാം ആരാർക്ക് കൊടുത്തു? അബ്രഹാം മൽക്കീസദേക്കിന് കൊടുത്തു. മൽക്കീസദേക്ക് ഇതെല്ലാം കൂടെ വാങ്ങി. ഇപ്പോൾ ഈ വാദഗതിക്കാർ പറയുന്നത് എന്താ? മൽക്കീസദേക്ക് സ്വർഗത്തിലെ ഒരു ദൂതൻ്റെ പ്രത്യക്ഷതയാണ്. 24 മൂപ്പന്മാരിൽ ഒരാളായിരിക്കുന്ന ആ 24 മൂപ്പന്മാരും സ്വർഗത്തിലെ ദൂതന്മാരാണ് എന്ന് പറഞ്ഞാൽ സ്വർഗീയ സൃഷ്ടികളാണ്. അവരുടെ ഒരാളുടെ പ്രത്യക്ഷതയാണ് എന്നാണ് അവർ വാദിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ അബ്രഹാം കൊടുത്തതായിരിക്കുന്ന ഈ ആടുമാടുകളൊക്കെ കൊണ്ട് ഒക്കെ അദ്ദേഹം ദശാംശം 10 വാങ്ങി. 100 ആടുണ്ടെങ്കിൽ 10 ആടുണ്ടെങ്കിൽ ഒരാട് അബ്രഹാം കൊടുത്തു. പിന്നെ 10 കന്നുകാലി ഉണ്ടെങ്കിൽ അതിലൊന്നിനെ കൊടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1000കണക്കിനുണ്ടെങ്കിൽ എത്ര കിട്ടി? ഇതിലെല്ലാം ദശാംശം ആർക്ക് കൊടുത്തു? മൽക്കീസദേക്കിന് കൊടുത്തു. അപ്പം മൽക്കീസദേക്ക് സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? ഈ കന്നുകാലികളെയൊക്കെ ആട്ടി തെളിയിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് മനോഹരമായിരിക്കുന്ന ഒരു കന്നുകാലി, ഒരു ഡയറി ഫാം സ്വർഗത്തിലേക്ക് തുടങ്ങി. അങ്ങനെ വിചാരിക്കാമോ? ഞാൻ പറയുന്ന ഈ മണ്ടത്തരങ്ങൾ പറയുമ്പോൾ ഒന്നും മനുഷ്യൻ മനസ്സിലാക്കണ്ടേ? ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ?
സ്വർഗത്തിലെ പശുക്കളെയും കൊണ്ട് കന്നുകാലികളെയും കൊണ്ടാണോ പോയത്? സ്വർഗത്തിൽ പൊന്നും വെള്ളിയും പിന്നെ ഒന്നുമില്ല അങ്ങോട്ട് അതുകൊണ്ടാണോ പോയത്? ഈ മൽക്കീസേദെക്ക് കൊടുത്ത ദശാംശമെല്ലാം വാങ്ങിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട ആളാണെങ്കിൽ നമ്മൾ പറയുമ്പോൾ അതിനൊരു ലോജിക്ക് വേണം. അതെന്താണ്, അങ്ങനെയൊക്കെ ഞാൻ വ്യാഖ്യാനിച്ചാൽ അത് ശരിയാവുമോ എന്നുള്ളത് ചിന്തിച്ചിട്ട് വേണം ആ കാര്യങ്ങൾ പറയാൻ. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ഈ പറയുന്നതായിരിക്കുന്ന മൽക്കീസേദെക്ക് സ്വർഗത്തിൽ നിന്ന് പെട്ടെന്ന് ഭൂമിയിൽ അബ്രഹാമിനെ എതിരേൽക്കാൻ വന്നായിരിക്കുന്ന ഒരു വ്യക്തി അല്ല എന്ന് മനസ്സിലാക്കണം. ഇത് ശാലേം രാജ്യത്തിൻ്റെ രാജാവായിരുന്നു. ആ രാജാവ് അവിടുത്തെ കുറച്ച് പ്രജകളെ നയിച്ചുകൊണ്ടിരുന്നായിരിക്കുന്ന ഒരു വ്യക്തമായിരിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരു ചരിത്ര പുരുഷനായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അങ്ങനെയുള്ളവർ വാദിക്കുന്നതെന്നറിയാമോ? ഈ മൽക്കീസേദെക്ക് എന്തിനാണ് സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടതെന്ന് അവർ പറയുന്നതെന്നറിയാമോ? അവർ പറയുന്നത് ഈ മൽക്കീസേദെക്ക് കർത്താവായി യേശു ക്രിസ്തുവിന് പൗരോഹിത്യം കൈമാറാൻ വേണ്ടി വന്നതാണ്. മനുഷ്യരുടെ ആരുടെയെങ്കിലും പൗരോഹിത്യമാണ് കർത്താവിന് കിട്ടിയതെങ്കിൽ കർത്താവിൻ്റെ പൗരോഹിത്യം അവസാനിച്ചു പോകുമായിരുന്നു. കാരണം മനുഷ്യർക്ക് ആർക്കും നിലനിൽക്കുന്ന ഒരു പൗരോഹിത്യമില്ല. മരണത്തോടെ മനുഷ്യരുടെ പൗരോഹിത്യം അവസാനിക്കുന്നു. അതുകൊണ്ട് നീ മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞുകൊണ്ട് മൽക്കീസേദെക്കിൻ്റെ പൗരോഹിത്യം ക്രിസ്തുവിന് കൈമാറാൻ വന്നതാണെന്നാണ് അവർ പറയുന്നത്. സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന് പൗരോഹിത്യം കൊടുക്കാനേ സൃഷ്ടികളിൽ ഒരാൾ വരേണ്ടി വന്നു. വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിക്കുമോ? സൃഷ്ടാവായ ദൈവമല്ല നമ്മുടെ കർത്താവ്. അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. സകലവും അവൻ മുഖാന്തരം ഉളവായി. നമ്മുടെ കർത്താവിനെ കൊണ്ടാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. എന്നിട്ട് സൃഷ്ടിയായിരിക്കുന്ന നമ്മുടെ കർത്താവിന് പൗരോഹിത്യം കൈമാറാനായിട്ട് സ്വർഗത്തിലെ സൃഷ്ടികളിൽ നിന്ന് ഒരാൾ ഭൂമിയിൽ വന്ന് പ്രത്യക്ഷപ്പെടേണ്ടി വന്നു. എൻ്റെ പൗരോഹിത്യം ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മേലിലേക്ക് വെച്ചു കൊടുത്തു. ഇവർ പറയുന്നതായിരിക്കുന്നൊരു കാര്യമാണ്. എന്തൊരു മണ്ടത്തരമാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ പൗരോഹിത്യം നീങ്ങിപ്പോകാത്ത പൗരോഹിത്യമായി മൽക്കീസേദെക്കിൻ്റെ പൗരോഹിത്യത്തിന് പ്രകാരം ക്രിസ്തു പുരോഹിതനായിരിക്കുന്നത്? ഞാനിപ്പോൾ തുടർന്ന് നിങ്ങളോട് അതുകൂടി പറഞ്ഞാണ് ഞാനിത് അവസാനിപ്പിക്കുകയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കി തരാം. ഒരിക്കലും ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പറയുന്നതായിരിക്കുന്ന മനുഷ്യർക്ക് പോലും അവരുടെ പൗരോഹിത്യം കൈമാറാനായിട്ട് പറ്റുകയില്ല. അറിയാമോ? മനുഷ്യർക്ക് പോലും അവരുടെ പൗരോഹിത്യം കൈമാറാനായിട്ട് പറ്റുകയില്ല. അത് ദൈവം തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമേ പൗരോഹിത്യം എന്നേക്കും ഇരിക്കുകയുള്ളൂ. ദൈവം തിരഞ്ഞെടുക്കുന്നവരല്ലാതെ ആരും ആ ചുമതല സ്വയമേ ഏറ്റെടുക്കുന്നില്ല, അല്ലേ? എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ വായിക്കുന്നത് എങ്ങനെയാണ്? 4-5 വാക്യങ്ങളിൽ അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? എന്താണ്? എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എൻ്റെ പുത്രൻ, ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവനെ കൊടുത്തതത്രേ ആവുന്നു. ഭൂമിയിൽ ആർക്കും പൗരോഹിത്യം കൈമാറാനായിട്ട് പറ്റുകയില്ല കേട്ടോ. അഹരോനെ തൻ്റെ മക്കളെ വിളിച്ചിട്ട് എൻ്റെ പൗരോഹിത്യം നിൻ്റെ തലമേൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോകാനൊന്നും അഹരോന് പറ്റില്ല. നിങ്ങൾക്കതറിയാവോ? അത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. അഭിഷിക്തരുടെ മേൽ ദൈവത്തിൻ്റെ നിയമനമാണത്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ദൂതനും കർത്താവായ യേശുക്രിസ്തുവിന് പൗരോഹിത്യം കൈമാറാൻ പറ്റില്ല. ഒരു മനുഷ്യനും കൈമാറാനായിട്ട് പറ്റുകയില്ല. അതിനു വേണ്ടിയിട്ട് വന്നു എന്നല്ല നമ്മുടെ കർത്താവ്. മാത്രമല്ല, ഞാൻ ഇതിൻ്റെ 3-ാമത്തെ പോയിൻ്റ് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. അവർ സ്വർഗത്തിൽ പാടുന്ന പാട്ട്, നീ ഞങ്ങളെ വീണ്ടെടുത്തു, അല്ലേ? ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. അതല്ലേ നമ്മൾ പാടുന്നത്? ഞങ്ങളെ വീണ്ടെടുത്ത് ഭൂമിയിൽ രാജാക്കന്മാരെ വാഴുവാൻ ഞങ്ങളെ വെച്ചിരിക്കുന്നു, ഞങ്ങളുടെ ദൈവത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ വീണ്ടെടുത്തു എന്നൊക്കെയല്ലേ അവർ പാടുന്നത്. ദൂതന്മാരെ ആരെയെങ്കിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ വീണ്ടെടുക്കാനാണ് നമ്മുടെ കർത്താവ് വന്നത്? ഏതെങ്കിലും ദൂതന്മാർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ രക്ഷയുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഏതെങ്കിലും ദൂതന്മാർക്ക് രക്ഷയുണ്ടോ? വീണുപോയ ഒരൊറ്റ ദൂതന്മാർ പോലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിൽ രക്ഷപ്പെടുകയില്ല കേട്ടോ. അവരെ സംരക്ഷണം ചെയ്യാനല്ല നമ്മുടെ കർത്താവ് വന്നത്. എബ്രായ ലേഖനം 2:16 വായിക്കുന്നത് ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? ആൾക്കാർ ഈ എതിർവാദം ഉന്നയിക്കുന്നവർ പറഞ്ഞതെന്താ? സ്വർഗത്തിലെ 24 മൂപ്പന്മാരിലെ ഒരു വ്യക്തിയാണ് മൽക്കീസേദെക്ക്. ആ 24 മൂപ്പന്മാർ എന്ന് പറഞ്ഞാൽ സ്വർഗീയ സൃഷ്ടികളാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ സ്വർഗത്തിലിരുന്ന് പാടുന്ന പാട്ടെന്താ? നീ ഞങ്ങളെ വീണ്ടെടുത്തു, നീ ഞങ്ങളെ ആക്കി വെച്ചു, ഇതല്ലേ?
അപ്പോൾ സ്വർഗത്തിലെ ഈ ദൂതന്മാർ ഒരിക്കൽ ഈ 24 മൂപ്പന്മാർ സ്വർഗസൃഷ്ടികളാണ്, ഒരിക്കൽ വീണുപോയി എന്നിട്ട് യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തു എന്നാണ് ഈ പറയുന്നത്. അങ്ങനെ ചിന്തിക്കരുത് ഒരിക്കലും, അങ്ങനെ ഒരിക്കലും പറയരുത്. ഇവിടെ നമ്മൾ പറയുന്നത്, നമ്മൾ ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ഈ 24 മൂപ്പന്മാർ സ്വർഗീയ സൃഷ്ടികളല്ല. ഈ 24 മൂപ്പന്മാർ എന്ന് പറയുന്നത് ഭൂമിയിൽ മനുഷ്യരുടെ പ്രതിനിധികളായിരുന്നായിരിക്കുന്ന വ്യക്തികളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ എതിർ ന്യായങ്ങളെയും വാദങ്ങളെയുമാണ് ഞാൻ ഇത്രയും നേരവും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളത് ഒന്നാമതായിട്ട് ഓർക്കുക. പിന്നെ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ ജനനവും മരണവും അതുപോലെ തന്നെ വംശാരംഭവും അവസാനവും ഇല്ലാത്ത മൽക്കീസദേക്ക് എന്നല്ലേ മൽക്കീസദേക്കിനെ കുറിച്ച് വായിക്കുന്നത്? എന്താണ് അങ്ങനെ പറയുന്നത്? അപ്പോൾ ഞാൻ എത്രയും നേരം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. തെറ്റായ വാദഗതികൾക്ക് മൽക്കീസദേക്ക് സ്വർഗീയ സൃഷ്ടികളിൽ ഒരാളാണ് എന്നുള്ളതായിരിക്കുന്ന തെറ്റായ വാദഗതികൾക്ക് എതിരെയുള്ളതായിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ഞാൻ നിങ്ങളോട് നടത്തിയത്. ഇപ്പോൾ തന്നെ 33 മിനിറ്റായി. അപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതോടുകൂടെ ഈ മൽക്കീസദേക്ക് ആരാണ് എന്നുള്ളതായിരിക്കുന്ന വിഷയം അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. രണ്ടും ഒപ്പം നിങ്ങൾക്ക് കിട്ടും, ഒരേ ഒപ്പം നിങ്ങൾക്ക് കിട്ടും. ഒന്ന് കണ്ടതിന് ശേഷം അടുത്തത് കാണുക. അതിനായിട്ട് ദൈവം നിങ്ങളെ അവരെയും സഹായിക്കട്ടെ.